എന്താ അമ്മ ഇങ്ങനെ? എങ്ങനെ മോനെ വേണ്ട, ഇവളോടുള്ള സിമ്പതിയും പറഞ്ഞോണ്ട് വന്നാലേ നീ എന്റെ വായിന്ന് നല്ലത് നാല് കേക്കുവേ. അമ്മേ, മൈഥിലി തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ആ തെറ്റുകൾ തെറ്റാണെന്ന് അറിയാനും അത് തിരുത്താനുമാ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവളെ ഞാൻ വിശ്വസിക്കുമ്പോ നിങ്ങൾക്കും ഇവളെ ഒന്ന് വിശ്വസിച്ചൂടെ? ഇവൾക്കിവിടെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതിൽ എന്താ അമ്മേ തെറ്റ്? എന്തൊക്കെയായാലും വൈകിയെ ഇവള് പ്രസവിച്ചതല്ലേ, അതിനെ ഒരു നോക്ക് കാണാനല്ലേ ഇവളിവിടെ നിൽക്കുന്നത്. ഒരമ്മയുടെ സങ്കടം നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഇതിനുള്ള മറുപടി നീ പറയുന്നോ ഞാൻ പറയണോ? എന്റെ മറുപടി ചിലപ്പോ കൈകൊണ്ടായിരിക്കും. ഞാൻ പറയാം. ACP എന്താ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞത്? അത് വല്ലത് ഓർമ്മയുണ്ടോ? ഇനി ഒരിക്കലും ആ എമ്മിനെ ഞാൻ ഈ പരിസരത്ത് പോലും അടുപ്പിക്കില്ല. ഞാൻ വാക്ക് തരിക, ആ എമ്മിനെ ഞാൻ ഇനി നോക്കുക പോലുമില്ല. മീനാക്ഷി, വൈകി ഇവളെ പ്രസവിച്ചു എന്നുള്ള സെന്റിമെന്റ്സ് അല്ലേ ACP പറയുന്നത്? ഒരമ്മയുടെ വാത്സല്യം ഇവൾക്ക് ആ കുഞ്ഞിനോടുണ്ടായിരുന്നെങ്കിൽ പ്രസവിച്ച കുഞ്ഞിനെ ഇട്ടിട്ട് ഇവൾ കാമുകനോടൊപ്പം ഒളിച്ചോടി പോവോ? ആ കുഞ്ഞിന്റെ നാവ് നനയ്ക്കാൻ ഒരു തുള്ളി പാല് പോലും കൊടുക്കാതെ ഭർത്താവിനെ ഉപേക്ഷിച്ച് രഹസ്യക്കാരന്റെ കൂടെ ഒളിച്ചോടി പോയ ഇവളെ ഇനി നിങ്ങൾ ന്യായീകരിക്കരുത്. ഞാൻ ക്ഷമിച്ചാലും ദൈവം നിങ്ങളോട് ക്ഷമിക്കില്ല. സോറി മീനാക്ഷി, സോറി. എന്റെ മീനാക്ഷി തെറ്റിദ്ധരിക്കരുത്. ഇതൊക്കെ ഞാൻ ഇവൾക്ക് നൽകുന്നൊരു ശിക്ഷയായിട്ട് കരുതിയാൽ മതി. എഴുന്നേറ്റ് പോടി. കണ്ടവരുടെ വായി നോക്കിയിരിക്കാതെ പബ്ലിക് ന്യൂസൻസ്. ഇതെന്താ പതിവില്ലാതെ അമ്മ വെറ്റില മുറുക്ക് തുടങ്ങിയോ? വെറ്റില മുറുക്കാനോ? ഞാനോ? നീയൊക്കെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നേ? ഇത് താമ്പൂല. താമ്പൂലം. താമ്പൂലോ? അതെ, താമ്പൂലം. നിങ്ങൾ ഇങ്ങോട്ടിരിക്കെ, മുത്തശ്ശി വിശദീകരിച്ചു പറഞ്ഞു തരാം. വധൂവരന്മാർ ഇങ്ങോട്ട് ഇരിക്കേ. വാ. ശാന്തി മുഹൂർത്തമൊക്കെ കഴിഞ്ഞതാ. പഠിച്ച കള്ളിയായവള്. താമ്പൂലം എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രിയില് വധൂവരന്മാർ ഉപയോഗിക്കേണ്ടതാ. വായിലിട്ട് മുറുക്കുന്നത് പോലെ ചവച്ച് ഈ വെറ്റിലയുടെ നീര് കുടിക്കണം. ഇതൊക്കെ എന്തൊക്കെ ആചാരങ്ങളാ മുത്തശ്ശി? എല്ലാ ആചാരങ്ങളും
ആചാര്യന്മാര് മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ടുള്ളതൊന്നും അല്ല. ഇതെല്ലാം മനുഷ്യർക്ക് പ്രയോജനമുള്ളതാ. ഈ വെറ്റില താമ്പൂലം ഈ രാത്രിയില് ഒരു മെഡിസിൻ കൂടിയാണ്. ഇതിലൊരു ദൈവീകത കൂടിയുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഈ വെറ്റിലയുടെ അഗ്രഭാഗത്ത് ശ്രീ ഭഗവതിയും മധ്യഭാഗത്ത് സരസ്വതിയും അടിഭാഗത്ത് ജ്യേഷ്ഠ ഭഗവതിയും ഇടതുഭാഗത്ത് ശ്രീപാർവതിയും വലതുഭാഗത്ത് ഭൂമിദേവിയും അന്തർഭാഗത്ത് മഹാവിഷ്ണുവും ബഹിർഭാഗത്ത് ചന്ദ്രനും കോണുകളിൽ മഹാദേവനും ബ്രഹ്മാവും ഉപരിഭാഗത്ത് ഇന്ദ്രനും എല്ലാ ഭാഗങ്ങളിലുമായിട്ട് കാമദേവന്റെ സാമീപ്യമുണ്ട്. ഓ, താമ്പൂലം മുറുക്കാനെടുക്കുമ്പോ ലക്ഷ്മി ദേവിയെ കളയാതെ വെറ്റിലയുടെ തുമ്പ് ഭാഗം മുറിച്ചെടുത്ത് ഈ ഇടത് ചെവിയുടെ മുകളിൽ വയ്ക്കേണ്ടതാണ്. ഞെട്ടു മുറിച്ചു കളയുന്നത് ജ്യേഷ്ഠ ഭഗവതിയെ കളയുന്നൂന്നർത്ഥം. ഓരോ ദാമ്പത്യ ബന്ധവും പൊരുത്തപ്പെട്ടും വിട്ടുവീഴ്ചയോടെയും മുന്നോട്ടു പോകാൻ വധൂവരന്മാർ താമ്പൂലം ചവയ്ക്കേണ്ടതാണ്. എന്റെ മുത്തശ്ശി അറിവിന്റെ ഒരു ബ്രഹ്മാണ്ടമാണല്ലോ. ഇതൊരു ചലിക്കുന്ന ഗ്രന്ഥശാലയാ മോനെ. ഇങ്ങനൊരു പുലിയുടെ കൊച്ചുമക്കളായിട്ട് പിറന്നത് ഞങ്ങളുടെ ഭാഗ്യ. എന്റെ ആദ്യ രാത്രിക്ക് ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നീ അന്യ പെണ്ണായിട്ടല്ലേ ഇവിടെ കയറി വന്നത്? ദേ, ഈ ഇരിക്കുന്ന രണ്ടുപേരും അവരെ കൊച്ചുമക്കളാ. അതാ താമ്പൂലയും പുകയിലയും ഒക്കെ കൊടുക്കുന്നത്. ആ മോളെ, എത്രയും വേഗം 2 കുഞ്ഞിക്കാലുകൾ ഈ ചെമ്പകമംഗലത്ത് ഓടി നടന്ന് കളിക്കണം. ചെല്ല്. ആ അമ്മേ, അവരിതുവരെ വന്നില്ലേ? ആ മോനെ കാർത്തി, ഡാ. എന്താ മുത്തശ്ശി വിളിച്ചത്? മണവാളനും മണവാട്ടി ഒന്നിങ്ങോട്ട് വന്ന് നിക്ക്. ദേ അങ്ങോട്ട് നിൽക്കേ. വാടാ. ദേ നീ മീൻ പിടക്കുന്ന പോലെ കിടന്ന് പിടയ്ക്കാതെ. മുത്തശ്ശി പഴയ ആളല്ലേ, എന്തോ പദ്ധതി ഇട്ടിട്ടുണ്ട്. മുത്തശ്ശി എന്നൊക്കെ വിളിച്ച് പിള്ളേരെന്നെ നാണം കെടുത്തുന്നതാ. എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ല, അല്ലേ കൈമളേട്ട? ആ പ്രായം തീരെ കുറവാ. പണ്ട് നിങ്ങളുടെ മുത്തശ്ശി എന്നെയും ചതിച്ചതാ. കേക്ക്. എന്നിട്ട് നീ കാർത്തിയെ ചതിച്ചതിന് അവര് കുറ്റം പറയാം. എന്തിനാ അച്ഛാ അച്ഛനെ അമ്മ ചതിച്ചത്? കല്യാണം കഴിച്ചപ്പോ ഇവള് 2 വയസ്സ് എന്നോട് കുറച്ചു പറഞ്ഞു. 22 വയസ്സുള്ള ഇവള് പറഞ്ഞു എനിക്ക് 20 വയസ്സേ ഉള്ളൂന്ന്. ഓ, കല്യാണം കഴിക്കുമ്പോഴേ ഇങ്ങേരൊരു മുട്ടാളൻ, ഞാനൊരു ഗുണ്ടുമണി. അല്പസ്നേഹം എനിക്ക് കൂടുതൽ കിട്ടുമല്ലോ എന്ന് കരുതിയാ ഞാൻ ആ നുണ തട്ടിവിട്ടത്. എന്നിട്ട് അതെങ്ങനെ പിടികൂടി? ഇവിടെ സർട്ടിഫിക്കറ്റുകളെല്ലാം എന്റെ കൈ വന്നു. SSLC മുതൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വരെ. അത് വെച്ച് ഞാൻ പിടികൂടിയതാ. ദേ ഒരാഴ്ച ഇങ്ങേരനോട് മിണ്ടിയില്ല. ആ ആ നന്ദിനി, ആ ഉണക്കമുളക് ഉപ്പും ചുട്ടതിങ്ങ് കൊണ്ടുവാ. ആ
ദാ അമ്മേ. ആ അതെന്താ? അത് ദൃഷ്ടി കിട്ടാതിരിക്കാൻ ഉണക്കമുളകും ഉപ്പും കൂടി ചുട്ട് തലയ്ക്കുഴിയണം. അല്ല രാജലക്ഷ്മി, ഇവരുടെ കല്യാണം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടേ നടന്നത്. പിന്നെന്തിനാണാവോ ഇങ്ങനെ ദൃഷ്ടി നോക്കുന്നത്? അയ്യോ, ഈ വീട്ടില് കണ്ണ് കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ആ 3 വട്ടം വീതമല്ല 30 വട്ടം ഒഴിഞ്ഞാലും ഗുളികന്മാരിങ്ങനെ കറങ്ങി നടക്കുകയല്ലേ ചുറ്റും. അമ്പമ്പോ ഭയങ്കരം. എല്ലാ സൈസും ഈ വീട്ടിലുണ്ട്. രൂപങ്ങള് ഇടയ്ക്കിടയ്ക്ക് മാറുന്നേ ഉള്ളൂ. ചെന്നായ, ചീങ്കണ്ണി, കൊരങ്ങ്, ചീറ്റപ്പുലി, പന്നി, പാമ്പ്, ഓന്ത്. അതെന്തിനാ സാവിത്രി എനിക്കിട്ട് ഏറെ കണ്ടിട്ട് നോക്കി ഇങ്ങനെയൊക്കെ പറയുന്നേ? അയ്യോ മാലു, അത് ഞാൻ ഏറ് കണ്ടിട്ടൊന്നും നോക്കിയതല്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ദേ ഈ കോങ്കണ്ണ് വരും. അതാ ഒരു കണ്ണ് പാറശാലയിലും മറ്റേ കണ്ണ് അങ്ങ് മഞ്ചേശ്വരത്തും. ഞാനും അരിയാഹാരം തന്നെയാ കഴിക്കുന്നത്. അത് സാവിത്രി മനസ്സിലാക്കിയാ കൊള്ളാം. ഉം. എവിടെ സ്ത്രീകൾ ആദരിക്കപ്പെടുന്നുവോ അവിടെ ദേവതകൾ ജനിക്കുമെന്നാണ് മനുസ്മൃതി. പക്ഷെ ഇവിടെ ചില സ്ത്രീകൾ നമ്മുടെ ഈ പോട്ട കൈമളേട്ട, പഠിച്ചതല്ലേ പാടും. ആ ആ ആ മോളെ നന്ദിനി, ആ, എന്താ അമ്മേ? ദേ മീനാക്ഷിയെ വിളിച്ചോണ്ട് പോയി വേഗം റെഡിയാക്ക്. റെഡിയാവാനോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മുത്തശ്ശി. അതെ, നിനക്ക് പതിയെ മനസ്സിലായിക്കോളും. വാ മോളെ. ആ നീ നിന്റെ ബെഡ്റൂമിൽ പോയിരുന്നു. മീനാക്ഷി അങ്ങ് വന്നോളും. അതൊരു സർപ്രൈസാ. പോടാ. അമ്മായി എന്താ? കുന്തം. വാവ്, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ആരായിരിക്കും ഇത് ചെയ്ത്? എന്തായാലും വല്ലാത്തൊരു സർപ്രൈസ് ആയിരിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റാ. സത്യം പറഞ്ഞ ഇതുവരെ മീനാക്ഷി എനിക്കൊരു ഫ്രണ്ടായിരുന്നു. ഭാര്യ എന്നൊക്കെ ഞാൻ അവളെ വിളിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് മുതൽ അവള് ശരിക്കുള്ള എൻ്റെ ഭാര്യ. ഇതെന്തിനാ അമ്മേ ഇപ്പൊ പുതിയ സാരിയൊക്കെ ഉടുപ്പിക്കുന്നേ? രാത്രി ഉറങ്ങാൻ പോവല്ലേ? ആഹാ. ഉറങ്ങാൻ പോകുന്നോ? കൊള്ളാലോ. ഈ നൂറ്റാണ്ടിൽ കേട്ട ഏറ്റവും വലിയ തമാശ. അമ്മ സ്കോർ ചെയ്യുവാണല്ലോ.
എന്റെ മക്കളുടെ ഫസ്റ്റ് നൈറ്റാ ഇന്ന്. പവിത്രമായ ആദ്യ രാത്രി. ആദ്യ രാത്രിയില് സാരി ഉടുത്ത് വേണം ഭർത്താവിനെ കാണാൻ. അതൊക്കെ മുത്തശ്ശിയുടെ കാലത്ത്. ഇന്നിപ്പോ കാലം വല്ലാതെ മാറിയില്ലേ അമ്മ? കാലം എത്ര മാറിയാലും ഈ ആചാരങ്ങളൊന്നും മാറ്റാൻ അമ്മ അനുവദിക്കില്ല എന്തായാലും. ഇതൊക്കെ ചെമ്പകമംഗലത്ത് നിലനിൽക്കുന്ന പരമ്പരാഗതമായ നിയമങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ അന്ന് എന്നെ ACP താലി കെട്ടിക്കൊണ്ട് വന്നപ്പോ അന്ന് അവൻ നിന്നെ കല്യാണം കഴിച്ചൊന്നും കൊണ്ടുവന്നല്ലോ. വൈരാഗ്യത്തിന് ഒരു താലി കെട്ടി. അന്ന് നടന്നത് കല്യാണമൊന്നല്ല. എന്റെ മക്കളുടെ കല്യാണം നടന്നത് ഇന്നാ. എല്ലാവരുടെ അനുവാദത്തോടെ ശുഭമുഹൂർത്തത്തിൽ അഗ്നിസാക്ഷിയായി നടന്നതാണ് കല്യാണം. ഓരോ കല്യാണത്തിന്റെയും കാര്യദർശി സാക്ഷാൽ ജഗദീശ്വരനാ. എന്റെ കഴുത്തി കിടക്കുന്ന ഈ ചെറിയൊരു മാല പോരെ അമ്മേ? പോരാ പോരാ, അത് തീരെ പോരാ. ഇന്ന് നിന്റെ ഭർത്താവ് മണിയറയിൽ വെച്ച് കാണുമ്പോ ഊതിക്കാച്ചിയ പൊന്നു പോലെ പൊന്നില് കുളിച്ച് നിൽക്കണം. അമ്മ കരുതിക്കൂട്ടി എനിക്കിട്ട് പാര വെക്കുന്നതാണോ? ഞാനോ? എന്റെ മകൾക്കിട്ടോ? എന്റെ മക്കളുടെ സന്തോഷം കാണാനല്ലേ ഞാൻ ജീവിക്കുന്നത്. സോറി അമ്മേ, സോറി. എന്നെ പ്രസവിച്ച അമ്മ മരിച്ചുപോയി. ആ ഓർമ്മകളിൽ ഞാൻ കരയാതിരുന്നത് എനിക്കതിലും വലിയ ഈ അമ്മയെ ദൈവം തന്നതുകൊണ്ട്. എന്നെ പ്രസവിച്ച അമ്മയ്ക്ക് മുകളിൽ എന്നെ പ്രസവിക്കാത്ത ഈ അമ്മ, എന്റെ പൊന്നമ്മ. മോളെ, ഞാനും എത്ര ഭാഗ്യം ചെയ്തവളാ. എനിക്കും ദൈവം തന്നില്ലേ 2 പൊന്നു മക്കളെ. എന്റെ മോളിങ്ങനെ കരയല്ലേ. നല്ലൊരു ദിവസമായിട്ട് കരയല്ലേ മോളെ. എന്തിനമ്മ ഇത്രയും സ്വർണം? ഈ വീട്ടൊക്കെ ഞാൻ തന്നെ ചുമക്കണ്ടേ? ഇന്നത്തെ ദിവസം ചുമന്നാ മതി. നാളെ അത്യാവശ്യത്തിനുള്ളതൊക്കെ മാറ്റിവെച്ചിട്ട് ബാക്കി ലോക്കറിൽ കൊണ്ടുവയ്ക്കാലോ. പക്ഷേ ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാ. ഇതൊന്നും അമ്മ പറഞ്ഞു തരേണ്ട കാര്യങ്ങളല്ല, സാവിത്രി പറഞ്ഞു തരേണ്ടതാ. പക്ഷെ അവള് ചിലപ്പോ അതൊക്കെ അങ്ങ് മറന്നുപോവും. ഇന്ന് ഭാര്യ ഭർത്താക്കന്മാരുടെ ഹൃദയങ്ങൾ പരസ്പരം തുറക്കുന്ന ദിവസം. സ്വപ്നം നിറവേറി സ്വർഗം തുറക്കുന്ന സമയം. എനിക്ക് മനസ്സിലാവുന്നില്ല, ഈ ഹൃദയം എന്നൊക്കെ പറയുന്നത് വല്ല ബാഗും ആണോ പരസ്പരം തുറക്കാൻ? മനസ്സിലുള്ള സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ഒക്കെ അന്യോന്യം പറയുന്നതിനാ അമ്മ ഈ ഹൃദയം തുറക്കുന്നു എന്നൊക്കെ പറഞ്ഞ്. അമ്മ ചിത്രകാരി മാത്രല്ല, ഒരു സാഹിത്യകാരി കൂടെ ആകേണ്ടതായിരുന്നു. അതെ, ഞാൻ തമാശ മട്ടില് നിന്നോട് പറഞ്ഞതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ തന്നെയാ. എനിക്ക് പലതും നഷ്ടപ്പെട്ടതുപോലെ എന്റെ മകൾക്കൊരിക്കലും സംഭവിക്കാൻ പാടില്ല. ഇനി അങ്ങോട്ടുള്ള ജീവിതം കാർത്തിയും നീയും ഒരേ മനസ്സോടെ ആവണം ജീവിക്കേണ്ടത്. എന്ത് കാര്യമുണ്ടെങ്കിലും മറ്റൊരാളെ ഇടപെടുത്താതെ
പരസ്പരം പറഞ്ഞു തീർക്കണം. എല്ലാ പിണക്കങ്ങളും അത്താഴത്തിന് മുൻപ് തീർത്തിരിക്കണം. ആരെങ്കിലും ഒരാള് തോറ്റുകൊടുത്താൽ തീരുന്ന പ്രശ്നങ്ങളെ ഏത് ദാമ്പത്യത്തിലും ഉണ്ടാവൂ. അപ്പോ ഓൾ ദി ബെസ്റ്റ്. ഇന്നാണ് നിങ്ങളുടെ ശാന്തി മുഹൂർത്തം, അത് മറക്കണ്ട. ഉം. ആ, ഇപ്പൊ ഒരു കുഞ്ഞുണ്ട്. അതിന് കൂട്ടായിട്ട് ഒരാളുകൂടി വേണം. മനസ്സിലായോ? അമ്മേ, എന്നെ നാണം കെടുത്താതെ. അങ്ങോട്ട് തിരിഞ്ഞ്. ഇതും വേണോ ഇനി? പിന്നെ വേണ്ടേ? ഇതേ എന്റെ പൊന്നു മോൾക്ക് അമ്മയുടെ വക സ്പെഷ്യൽ. മോളിങ്ങി വന്നേ, അമ്മ പാലെടുത്ത് തരാം. വാ.